നമസ്കാരം. മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ലവ് ജിഹാദ് പ്രോജക്റ്റുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഭീകരവാദ സംഘടനകൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയുടെ പല മെഡിക്കൽ കോളേജുകളിലും ഇവരുമായി ബന്ധപ്പെട്ട റാക്കറ്റുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഡോക്ടർ റമീസ് മാലിക് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തന മാഫിയ സജീവമായ സാഹചര്യത്തിലാണ് ഈ കണ്ടെത്തൽ. ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജിൽ റമീസ് മാലിക് ആയിരുന്നു ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് എങ്കിൽ വിവിധ കോളേജുകളിൽ, ഒട്ടനവധി കോളേജുകളിൽ ഇത്തരത്തിലുള്ളതായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിവാഹ വാഗ്ദാനം നൽകി 28-കാരനായ റമീസ് സഹപ്രവർത്തകരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിലാണ് സീനിയർ റെസിഡന്റ് ഡോക്ടറായ റമീസ് മാലിക് അറസ്റ്റിലായിരിക്കുന്നത്. അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് റമീസ് മാലിക് കേവലം മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന്. അതിന് താഴേക്ക് നിരവധി ആൾക്കാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് നിമിഷ പിന്നീട് നിമിഷ ഫാത്തിമയായിട്ട് മാറുന്നത്? അവൾ പഠിച്ചിരുന്ന സഫേർ എന്ന സ്ഥാപനത്തിൽ വെച്ച് ഇവരൊരു വ്യക്തിയെ പരിചയപ്പെടുന്നു, ഒരു ഇസ്ലാമായ വ്യക്തിയെ പരിചയപ്പെടുന്നു. എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവരോടൊപ്പമായിരുന്നു ഇദ്ദേഹം പഠിച്ചിരുന്നത്. പിന്നീട് അയാൾ ഡോക്ടറാകുന്നു. അയാളാണ് നിമിഷ ഫാത്തിമയെ മതം മാറ്റുന്നത്. അയാളാണ് നിമിഷ ഫാത്തിമയെ ഭീകരവാദ സംഘടനയിലേക്ക് എത്തിക്കുന്നതിനുള്ള തുടക്കമിട്ടത്. മതം മാറിക്കഴിഞ്ഞപ്പോൾ നിമിഷയെ അയാൾക്ക് വേണ്ടതായി മാറി. പിന്നീട് നിമിഷ ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നു, ISISിലേക്ക് എത്തുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ആണെന്ന് പറയപ്പെടുന്നു. കേരള സ്റ്റോറിയെ കളിയാക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ കേരളത്തിലുടനീളം സംഭവിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, കണ്ണിന് മുന്നാലെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഇന്ത്യയിലുടനീളം മെഡിക്കൽ കോളേജുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ളതായ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പിടിമുറുക്കുന്നു. അവർ പല രൂപത്തിൽ, പല ഭാവത്തിൽ, ഡാൻസിൻ്റെ രൂപത്തിൽ, പാട്ടിൻ്റെ രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിലും ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമാണ് ഇത്തരം മേഖലകളിൽ എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തീർച്ചയായിട്ടും നേരത്തെ തന്നെ കാണേണ്ടിയിരിക്കുന്നു, അവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അവർക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. നാഷണൽ മെഡിക്കൽ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ വാട്സപ്പ് കൂട്ടായ്മകൾ തുടങ്ങി. അത്തരം വാട്സപ്പ് കൂട്ടായ്മകളുടെ മറവിലാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ തയ്യാറാക്കുന്നത്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കേസുകളുമായിട്ട് ഇത്തരം നിരവധി ആൾക്കാരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വിവിധ മെഡിക്കൽ കോളേജുകളിൽ സജീവമാണ് എന്നും അറിയാൻ കഴിയുന്നു. ഉത്തർപ്രദേശിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല ഇത്തരത്തിലുള്ളൊരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള സംഘങ്ങൾ സജീവമായിട്ട്, അതും മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അത്തരം സംഘങ്ങളെ പൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അന്വേഷണ സംഘം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് വൈറ്റ് കോട്ട് ടെററിസത്തിൻ്റെ പേരിൽ ആൾക്കാർ അറസ്റ്റിലാകുന്നത്. അതായത് ചെങ്കോട്ടയിൽ നടന്ന ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലാകുന്നത് ഈ അടുത്ത സമയത്താണ്. ഇവരെല്ലാവരും തന്നെ ഡോക്ടേഴ്സാണ്. അങ്ങനെ ഡോക്ടേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരവാദികൾ ഇറങ്ങി തുനിഞ്ഞിരിക്കുന്നു. അവരെല്ലാവരും തന്നെ അവർ പല രീതിയിലുള്ള പ്രൊജക്റ്റുകളിലാണ്. ചിലർ ഡിജിറ്റൽ ജിഹാദുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളിലാണ്. അതോടൊപ്പം തന്നെ ലഹരി ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു. അതും ഡോക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് ഭീകരവാദികളുടെ പ്രധാന ഏജന്റുമാരായിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇവർക്ക് നേരെ അന്വേഷണ ഏജൻസികൾ ഇവർക്ക് പിറകിൽ തന്നെയുണ്ട്. ഇവരെ അങ്ങനെയൊന്നും ഇന്ത്യയിൽ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. എന്നാൽ എല്ലാവരും ഈ രീതിയിൽ ഭീകരവാദികളാണെന്ന് കണക്കാക്കണം എന്നല്ല പറയുന്നത്. അവരെ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ ഉടൻ തന്നെ അറസ്റ്റിലാകുന്നതാണ്. ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയാലും അവർ അധിക നാളൊന്നും ഇന്ത്യയിൽ വാഴാൻ പോകുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.